തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് ജോലിയുടെ വാതായനങ്ങൾ തുറന്ന് IHT കമ്പ്യൂട്ടർ കോളേജ്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ തിരൂർ അംഗീകൃത പഠന കേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം ബൂട്ടപ്പ് 2025 ആഘോഷമായി. എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് 250ഓളം വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. പോലീസ് ലൈനിലുള്ള കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിക്ക് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം മലപ്പുറം എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു ടി നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ ഹാജി, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുംതാസ് KC, വോയ്സ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് KK റസാഖ് ഹാജി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി. ഇവിടെ പഠിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും അവരുടെ ഫാദർ ഇവിടെ പഠിച്ചതായിരിക്കും അധികം. അത്തരത്തിലുള്ള ലിങ്കിലാണ് ഇവിടെ അധികം കുട്ടികൾ വരുന്നത്. ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ തൊഴിൽ പരിശീലനമെന്ന് ഞങ്ങൾ മുന്നേ തിരിച്ചറിഞ്ഞ്. ഇന്നറിയാം, ബിരുദ കോഴ്സുകളെല്ലാം ഇപ്പോൾ 4 വർഷമാക്കിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിട്ടത്. അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, കുട്ടികൾക്ക് സ്കില്ലും കൂടി വേണമെന്ന് കൊണ്ട് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ 4 വർഷമാണ് ബിരുദ കോഴ്സുകൾ. അറിയല്ലോ. അപ്പോൾ നിങ്ങളിവിടെ എത്തിയെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയാണ്, അല്ലേ? അഡ്മിഷൻ എടുക്കുമ്പോൾ ചോദിക്കുന്ന ആളുകളാണ്, ജോലി കിട്ടുമോ, ജോലി ആക്കിത്തരുമോ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ ഞങ്ങളുടെ പഠന കേന്ദ്രം കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള നിരവധി അവാർഡുകൾ നേടിയൊരു സ്ഥാപനമാണ്. ഞങ്ങളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ച ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ തൊഴിൽ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആക്കിക്കൊടുക്കാതെ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ ഫ്രഷേഴ്സ് ഡേ ബൂട്ടപ്പ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്, നിങ്ങൾ പുതുതായി വന്ന ആളുകളാണ്. ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ എംപ്ലോയബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്ന സർക്കാർ ഒരു സംവിധാനമുണ്ട്. നമുക്കറിയാം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നത് സർക്കാരിൻ്റെ വിവിധ തസ്തികകളിൽ ഒഴിവുള്ള ആളെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നാണ് നമ്മൾ ധരിച്ചുള്ളത്. പക്ഷേ അതിന് വിഭിന്നമായിക്കൊണ്ട്, അതിനുപരിയായിക്കൊണ്ട് ഇന്ന് സ്വകാര്യ മേഖലയിൽ കുറേ ഒഴിവുകളുണ്ട്. അതിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാനുള്ള വലിയൊരു വാതായനമാണ് നമ്മുടെ കോളേജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പഠനവും ഒരു ഗവൺമെൻറ് സർട്ടിഫിക്കേഷനും PSC അപ്രൂവലായിട്ടുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ നോർക്ക റൂട്ട് സക്സസ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റുള്ള ഏക തിരൂരിലെ സ്ഥാപനമാണ് ഈ IHT കോളേജ്. ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു അഡീഷണൽ സംഭവമാണ് നിങ്ങളെ ജോബ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു കൈത്താങ്ങ് കൂടി തരികയാണ്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പുതുതായി വന്ന ആളുകളാണ്. നിങ്ങളെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എനിക്കുപരി നമ്മുടെ ഇന്ത്യ കാണുന്നത്. 1982 ഞാൻ പിരിഞ്ഞു വന്നു. 1986 നമ്മൾ ഈ സ്ഥാപനം തുടങ്ങി. ഒരു ടെക്നിക്കൽ സ്ഥാപനമായിട്ടാണ് തുടങ്ങിയിരുന്നത്. കാരണം അന്ന് ടെക്നിക്കലിനായിരുന്നു കൂടുതൽ പ്രാതിനിധ്യം കൽപ്പിച്ചിരുന്നത്. അന്ന് ഗൾഫിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ പലായനം നടത്തിയിരുന്ന സമയത്ത് അധിക ജോലികൾ ആളുകൾക്കും ഒരു ടെക്നിക്കൽ സ്കില്ലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ ഉള്ള ഞാൻ ആദ്യം തുടങ്ങുന്നത് റേഡിയോ ടെലിവിഷൻ എൻജിനീയറിംഗ് ആണ്. വെറും 40 കുട്ടികളെയും കൊണ്ട് തുടങ്ങിയ ആ സ്ഥാപനം ദൈവതമ്പുരാൻ്റെ കൃപ കൊണ്ടും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളും എൻ്റെ ഇവിടെ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളുടെ ബാക്കപ്പ് കൊണ്ടും 400-ൽ നിന്നു. എൻ്റെ മകൻ നിങ്ങളെ MD കമ്പ്യൂട്ടറിൽ കോഴ്സൊക്കെ പാസ്സായി
MCA ഒക്കെ പാസ്സായതോടുകൂടി എനിക്ക് ഒരു ധൈര്യം വന്നു. സംബഡി ഈസ് ബൈസ്റ്റാൻഡർ ഈസ് വിത്ത് മീ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് വെറും 2 കമ്പ്യൂട്ടറും കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം 1988-89 കാലഘട്ടത്തിൽ തിരൂർ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഒരു പരിശീലന കേന്ദ്രം പ്രൈവറ്റ് സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. പഠിക്കുന്നത് കൊണ്ട് മാത്രം പറ്റില്ല, ഒരു സർട്ടിഫിക്കറ്റും വേണം. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ സ്കില്ല് കാണിക്കണം. 2008 ഒരു 7 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങളും കൊണ്ടുവന്നു. കമ്പ്യൂട്ടർ പഠിക്കാൻ തന്നെ നിർബന്ധിത കാര്യമായി മാറി. അത് നമ്മൾ തുടക്കത്തിൽ കയറിയ ആൾക്കാരായാലും ഇപ്പോൾ വരുന്ന ആൾക്കാർ നിർബന്ധിതമായ കാര്യമായിട്ട് മാറി. കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലത്തും ഓരോ പഞ്ചായത്തിലും കമ്പ്യൂട്ടർ സെൻ്ററുകളുണ്ട്. അതിൽ തന്നെ ഈ റൂട്രോണിക്സ് ആണ് എനിക്ക് തോന്നുന്നത്. റൂട്രോണിക്സിൻ്റെ എല്ലാ കോഴ്സുകൾക്കും ഗവൺമെൻറ് അംഗീകാരമുണ്ട്, PSCയുടെ അംഗീകാരമുണ്ട്. ചില കോഴ്സുകൾക്ക്, അതായത് പ്രൈവറ്റായിട്ട് കുറേ കമ്പ്യൂട്ടർ കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവരുടെ കോഴ്സുകൾക്കൊന്നും തന്നെ സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല. പക്ഷേ ഇത് റൂട്രോണിക്സിൻ്റെ A to Z വരെയുള്ള എല്ലാ കോഴ്സുകൾക്കും സർക്കാരിൻ്റെ അംഗീകാരമുണ്ട്, PSCയുടെ അംഗീകാരമുണ്ട്. ഏത് കമ്പ്യൂട്ടർ കോഴ്സ്, ഇപ്പോൾ SLC മുതൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ഏതൊരു PSC ടെസ്റ്റിനും ഒരു അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതിനോടനുബന്ധിച്ച് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി സഹകരിച്ചുകൊണ്ട് എംപ്ലോയ്മെന്റ് എബിലിറ്റി സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രോഗ്രാം കൂടിയാണ് ഇന്നിവിടെ നമ്മൾ IHT കോളേജ് കമ്പ്യൂട്ടർ ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ ചെയർമാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിൻ്റെ ആദ്യകാല തുടക്കം മുതൽ തന്നെ അവസാനം വരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇത് നിങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കോളേജ് തിരഞ്ഞെടുത്തത് നിങ്ങളെ ഭാവിയിൽ ഏറ്റവും നല്ല ഒരു തീരുമാനം തന്നെയാണ്. അത് നിങ്ങളെയും നിങ്ങളെ പാരൻസിനെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഏതൊരു കോളേജിൽ പോയാലും നമ്മൾ വിദ്യാർത്ഥികളെ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മളെ ഏറ്റവും നമ്മളെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ നമുക്ക് നമ്മളെ കുടുംബത്തെ സുരക്ഷിതമാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് സമൂഹത്തെ നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോളേജിൽ തന്നെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. അത് എന്ന് തന്നെ അതിന് വളരെ നിങ്ങളെ ഇവിടെ ചേർത്തിട്ടുള്ള നിങ്ങളെ പാരൻസിനെയും നിങ്ങളെയും അഭിനന്ദിക്കുകയാണ്. നന്നായി പഠിക്കുക, അതായത് ലേൺ ചെയ്യുക, എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ആൾവേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മാക്സിമം നോളജ് അക്വയർ ചെയ്യണം. നോളജ് ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എ പേഴ്സൺ വിത്തൗട്ട് നോളജ് ഈസ് ലൈക്ക് എ ട്രീ വിത്തൗട്ട് ഫ്രൂട്ട് എന്നാണ്. അതായത് ഫലങ്ങൾ കായ്ക്കാത്തൊരു മരം പോലെയാണ് വിജ്ഞാനമില്ലാത്ത അറിവില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നോളജ് അക്വയർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വിദ്യയുണ്ട്, പക്ഷേ വിനയമില്ല. അപ്പോൾ വിനയത്തിൽ അധിഷ്ഠിതമായ വിജ്ഞാനം നേടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ അറിവ് കൊണ്ട് നിങ്ങളെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എല്ലാം നല്ല പ്രവൃത്തികൾ ഉൾക്കൊള്ളണം. പ്രോഗ്രാമാണ് ഇവിടെ അവസാനിച്ചത്. ആദ്യമായി ഈ പ്രോഗ്രാം കളർഫുള്ളാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പഠിക്കാൻ വന്നവരാണ്. കാരണം നിങ്ങളൊരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും നോളജബിൾ ആയിരിക്കും. മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ടായിരിക്കും. പക്ഷേ ആ അറിവ് മാത്രം പോരാ നമുക്കൊരു തൊഴിൽ മേഖലയിലേക്ക് കടക്കുമ്പം എന്നതാണ് പ്രാധാന്യം. കാരണം മീൻസ് നിങ്ങളൊരു തൊഴിൽ മേഖലയിലേക്ക് കടക്കുമ്പം അവിടെ എന്തിനൂടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്? സ്കില്ലിന് വരണം അല്ലേ? എന്താണ് എംപ്ലോയബിലിറ്റി എന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു തൊഴിലിന് വേണ്ടിയിട്ട് നിങ്ങൾ സർക്കാർ മേഖലയിലുള്ള ഒരു തൊഴിലിന്, അത് ടെമ്പററി ആയിരിക്കാം അല്ലെ പെർമനന്റ് ആയിരിക്കാം, ഒരു തൊഴിലിന് വേണ്ടി നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ പരിചയം ഉണ്ടാവും. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓറിയന്റേഷൻ കൊടുത്തു, അവരെ രജിസ്റ്റർ ചെയ്യിച്ചു. സാർ ഇവിടെ പറഞ്ഞു ആ കുട്ടികൾക്ക് ജോലി ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള കുറെ കുട്ടികൾ നമ്മളെ മലപ്പുറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഇന്റർവ്യൂവിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട്. കൂടാതെ ഞങ്ങൾ നടത്തിയുള്ള മെഗാ ജോബ് ഫെയറുകൾ ഉണ്ടായിരുന്നു. ഒരു വെന്യൂ കണ്ടെത്തിയിട്ട് ഇവിടെ MES കോളേജ്, MES വളാഞ്ചേരി, KVM വളാഞ്ചേരി വെച്ച് അവിടെയും ഈ IHT കോളേജിലെ ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനന്ദം പകരാൻ, മനസ്സിൽ പുതുമയുടെ കുളിർമ തരാൻ ഇന്നത്തെ ഈ ഒരു ആഘോഷ
നിമിഷത്തിന് തുടക്കം നൽകാൻ ഒരുങ്ങുകയാണ് നമ്മൾ. ഇതൊരു നൃത്തം മാത്രമല്ല, ഇത് നമ്മുടെയൊക്കെ മനസ്സിന്റെ സ്വാഗത സംഗീതം കൂടിയാണ്. ഒരു അഭിനിവേശത്തിന്റെ ചിറകുകളിൽ പറക്കുന്ന സൗന്ദര്യപൂർണ്ണ ദൃശ്യാവിഷ്കാരമാണ്. ഇതാ വെൽക്കം ഡാൻസിനായി നിങ്ങൾക്ക് മുന്നിൽ അതിഗംഭീര നൃത്ത ചുവടുകൾ വെക്കാൻ സൂര്യ ആൻഡ് ആതിര. പ്ലീസ് വെൽക്കം. നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് 2017 മുതൽ IHT സ്ഥിരം ചെറിയ രീതിയിലും വലിയ രീതിയിലും ഗസ്റ്റ് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇതിനൊരു പുതുമയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥിയല്ല, നിലവിൽ ഞാൻ കോഴ്സ് താൽക്കാലികമായി നിർത്തി പോയിട്ടേ ഉള്ളൂ. ഇവിടെ തന്നെ നിങ്ങളെ കൂടെ ഇതുപോലെ ഇരുന്ന് ഈ പരിപാടി വീക്ഷിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ്. എന്നിരുന്നാലും ആദ്യമായി തന്നെ മാനേജ്മെൻറ്റിനോട്, IHT മാനേജ്മെൻറ്റിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മളെ തിരൂര്, നമ്മളെ ഈ പ്രദേശത്ത് തൊട്ടടുത്തുള്ള കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിലകൊള്ളുന്നുണ്ട്. അതിലെ സ്നേഹതീരം വളണ്ടിയർ വിങ്ങിലെ ഒരു വളണ്ടിയറാണ് ഞാൻ. 3 വർഷക്കാലമായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. എൻ്റെ കൂടെ വന്നവരെല്ലാം അതിലെ വളണ്ടിയേഴ്സാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ട്രെയിനിംഗ് കോർഡിനേറ്റർ ജിജേഷ് കുമാർ ജോബ് ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ മഹത്തായ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന IHTയുടെ 26 വർഷത്തെ സേവനത്തെ ചടങ്ങിൽ വെച്ച് എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു പ്രശംസിച്ചു. പരിപാടിയുടെ ഭാഗമായി കോളേജിലെ സീനിയർ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥികൾ റിഡ്സി റൺവേ എന്ന പേരിൽ ഒരുക്കിയ കിഡ്സ് ഫാഷൻ ഷോയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ഇന്റർനാഷണൽ കോസ്റ്റ്യൂം ഡിസൈനറായ ഫെബിൻ ഷെരീഫ്, ഫിലിം ആക്ടർ ഷെരീഫ് പാൽത്തിങ്ങൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സോഷ്യൽ മീഡിയ വൈറൽ താരം അഫ്സൽ അക്കു നയിച്ച ഗാനമേളയും നടന്നു. പരിപാടിക്ക് അധ്യാപകരായ വൃന്ദ വി, രചന പി, അഞ്ജലി യു, ഗോപിക എം, അശ്വതി ടി, വിജിത കെ, ജ്യോതിഷ യു, ഇന്ദുജ VP, ജസീല ഇ, സോന CK, മുനീറ C, സീനത്ത് KM, നിമ്മി PU, നസീബ റുബി P, ഹാജറ M, ജിൽഷ CK, ഫർഹാന തസ്നി V, ശ്രീഷ്മ T, രജനിശ്രീ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.